ഇടുക്കിയിൽ മദ്യലഹരിയിൽ സ്കൂൾ ബസ് ഓടിച്ച 3 ഡ്രൈവർമാർ പിടിയിലായി. പോലീസ് നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് ഡ്രൈവർമാർ കുടുങ്ങിയത്. 3 പേർക്കുമെതിരെ കേസെടുത്ത പോലീസ് ലൈസൻസ് റദ്ദാക്കാനുള്ള നടപടികളും ആരംഭിച്ചു. മൂന്നാർ സബ് ഡിവിഷനിലും എല്ലാ മൂന്നാർ, മറയൂർ, ദേവികുളം, ശാന്തൻപാറ, രാജക്കാട് എന്നീ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള സ്കൂൾ, കോളേജ് ബസ് ഡ്രൈവേഴ്സിനെ ചെക്ക് ചെയ്തിരുന്നു. ശാന്തൻപാറയിൽ നിന്ന് രണ്ട് ബസ് ഡ്രൈവർമാർ മദ്യപിച്ചതായിട്ട് ബോധ്യപ്പെട്ട് ആൽക്കഹോൾ ടെസ്റ്റ് നടത്തി മദ്യപിച്ചതായിട്ട് ബോധ്യപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ ഡ്രൈവേഴ്സിന് പകരം മറ്റ് ഡ്രൈവർമാരെ ഉൾപ്പെടുത്തി ഇന്ന് ട്രിപ്പ് മുടങ്ങാത്ത രീതിയിൽ കണ്ടക്ട് ചെയ്ത് സ്കൂളിൽ സുഗമമായിട്ട് കുട്ടികൾക്ക് സഞ്ചാരം പ്രദമാക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള പരിശോധനകൾ തുടരും. മുഹമ്മദ് ആഷിഖ് വിശദാംശങ്ങളുമായി. ആഷിഖ്, വലിയ ഗൗരവമുള്ള സംഗതിയാണ്. ആ കുഞ്ഞുങ്ങളുടെ, ആ വിദ്യാർത്ഥികളുടെയൊക്കെ ജീവൻ അപകടത്തിലാക്കുന്നതോ ഭീഷണിയിലാക്കുന്നതോ ആയ സംഭവമാണ്. ഇതിപ്പോൾ ഒരേ ദിവസം നടത്തിയ പരിശോധനയിലാണോ ഈ 3 പേരെയും പിടികൂടാൻ കഴിഞ്ഞത്? തീർച്ചയായും വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നമാണ്. പക്ഷേ പോലീസ് ഇതിൽ കൃത്യമായി ഇടപെടൽ നടത്തി എന്നുള്ളതാണ് ഇതിന് ആശ്വാസകരം. ഇന്ന് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മൂന്നാർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഈ 3 പേരെ പിടികൂടാനായിട്ടുള്ളത്. വിവിധ മൂന്നാർ, മറയൂർ, കാന്തല്ലൂർ, രാജക്കാട് അടക്കമുള്ള പ്രദേശങ്ങളിലെ കോളേജ്, സ്കൂളുകളിലെ സ്കൂൾ ബസ്സുകളാണ് പോലീസ് പരിശോധിച്ചത്. ഇതിൽ നിന്നാണ് 3 പേരെ പിടികൂടിയിട്ട് മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന 3 പേരെയാണ് പിടികൂടിയിട്ടുള്ളത്. ഇവർക്കെതിരെ കേസെടുക്കാനും കൂടാതെ ലൈസൻസ് റദ്ദാക്കുന്ന അടക്കമുള്ള കർശനമായ നടപടിയിലേക്ക് കടക്കാനുള്ള നടപടികൾ ഈ ഘട്ടത്തിൽ പോലീസ് സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതേസമയം മറ്റുള്ള ഡ്രൈവർമാരെ ഏർപ്പെടുത്തിക്കൊണ്ട് സ്കൂളിലെ സർവീസുകൾ തുടരാനുള്ള സൗകര്യം ഏർപ്പെടുത്തണമെന്ന് സ്കൂൾ മാനേജ്മെന്റുകളോട് പോലീസ് നിർദ്ദേശിച്ചിട്ടുമുണ്ട്. കർശനമായ പരിശോധന വരും ദിവസങ്ങളിൽ തുടരും എന്നാണ് പോലീസ് അറിയിക്കുന്നത്. ഗുരുതരമായ പ്രശ്നമാണ്. കുട്ടികളെ അടക്കം കയറ്റിക്കൊണ്ട് സ്കൂൾ വാഹനങ്ങൾ ഓടുന്നത് ഒരു തരത്തിലും അനുവദിക്കാനാകില്ല എന്നുള്ളതാണ് പോലീസ് ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത്.